everyone, and welcome to a super brand new episode of Once Upon a Time version 2.0. പുത്തൻ പുതിയ തമാശകളും ഹാസ്യാനുഭവങ്ങളുമായിട്ട് ചിരി യാത്രയെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. Without much delay, let me once again welcome you all to Once Upon a Time. Once Upon a Time version 2.0യുടെ എല്ലാമായ ചിരി സാന്നിധ്യം. Let's welcome ശ്രീ രമേഷ് പിഷാരടി. രമേഷ് ഏട്ടാ, സ്വാഗതം. നമസ്കാരം. വൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ വേദിയിൽ വന്ന പല പെർഫോമേഴ്സും അവര് ചിരിയെ ഒരു നേരം പോക്കായി കണ്ടവരാണ്, അല്ലെങ്കിൽ ചിരിപ്പിക്കാനുള്ള കഴിവ് അവർക്കുണ്ടെന്ന് അറിയാതിരുന്നവരാണ്. പലരും ഈ പരിപാടി കണ്ടതിന് ശേഷം അതൊന്ന് ശ്രമിച്ചു നോക്കിയതിന്റെ ഓഡീഷൻ എത്തുകയും ഒക്കെ ചെയ്തിട്ട് ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴറിയാൻ കഴിഞ്ഞത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ വന്നുപോയ പല പെർഫോമേഴ്സിനും പൊതുവേദികളിൽ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടിത്തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്ന ആൾ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു കലാകാരൻ. ഏതെങ്കിലും ഒരു മലയാളിക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. അത്രയധികം മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരൻ, കിട്ടിയ എല്ലാ വേഷങ്ങളും തന്നെ ഭംഗിയാക്കിയിട്ടുള്ള കലാകാരൻ. ഏതെങ്കിലും ഒരു സിനിമയിലെ അദ്ദേഹത്തിന്റെ പ്രകടനം മോശമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. നിത്യവസന്തം, നിത്യഹരിതം, നിത്യയുവത്വം, നിത്യകോമളൻ, നിത്യസുന്ദരൻ, സർവോപരി നിത്യ അഭിനയ പ്രതിഭ. സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സുധീഷ് ഏട്ടൻ. സുധീഷ്, സുധീഷേട്ടൻ. അല്ല, ഞാൻ ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴേ ഞാൻ ബാക്കിൽ നിൽക്കുകയായിരുന്നല്ലോ. അപ്പൊ മലയാള സിനിമയിൽ നിത്യ ഹരിതം പറഞ്ഞല്ലോ. അടുത്ത് നിത്യ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു സ്റ്റെപ്പ് എടുത്ത് വെച്ചു. നിത്യ ഹരിതം, നിത്യ വസന്തം കഴിഞ്ഞിട്ടില്ല. നിത്യ പ്രതിഭ അല്ലേ? ഞാൻ പറഞ്ഞതിലെ ഒരു വാക്കും ലെവലേശം അതിശയോക്തി ഉള്ളതോ വെറുതെ നുണ വിളിച്ച ഒരാളല്ലേ, ഞങ്ങളുടെ അതിഥിയല്ലേ, പുകഴ്ത്തിയേക്കാം എന്ന് ഓർത്ത് പറഞ്ഞതാണെന്നോ ഒരു മലയാളിയും വിചാരിക്കില്ല. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ്. അതിന് വളരെ വാക്കുകൾക്ക് വളരെ വളരെ സന്തോഷം. താങ്ക് യു. അതായത് സുധീഷേട്ടൻ എല്ലാ വേഷങ്ങളും കോമഡി വേഷങ്ങളും ചെയ്തിട്ടുള്ള ഒരാളല്ല, ഒരുപാട് ഗൗരവമുള്ള വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. എങ്കിലും സുധീഷേട്ടൻ ഇപ്പം നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ട ലളിതൻ സുന്ദരത്തിലൊക്കെ വലിയ 2 ഡയമെൻഷൻ ഉണ്ട്. ആ കഥാപാത്രം വീട്ടിൽ വരുമ്പം കുട്ടി കണ്ണൊക്കെ എഴുതിച്ചിരിക്കുന്നു, അല്ലാത്തപ്പോൾ ഒരു ഇടത് സഹയാത്രികനായ ഒരു വലിയ വിപ്ലവകാരിയായിട്ട് കാണുന്നു. സുധീഷേട്ടനെ കൂടുതൽ പ്ലേസ് ചെയ്യാൻ ഇഷ്ടം ഹാസ്യ വേഷങ്ങളിലാണോ ഗൗരവമുള്ള വേഷങ്ങളിലാണോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് വേഷത്തിൽ വ്യത്യാസമൊന്നുമില്ല. വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ ഇടയ്ക്ക് ചെയ്യണം തോന്നി, അപ്പൊ അത് കുറെ എണ്ണം ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു മടുപ്പ് വരും. അപ്പൊ ചെറിയൊരു ഹ്യൂമർ ടച്ചുള്ള വേഷം ചെയ്യണം തോന്നും. അങ്ങനെ ഡിഫറെന്റ് ആയില്ല. കാരണം നമ്മളെപ്പോഴും അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തുടരെ ഇപ്പോൾ നമുക്കൊക്കെ എപ്പോഴും പറയാറുണ്ട്, എത്ര സിനിമയിൽ അഭിനയിച്ചാലും ഒരു സിനിമ തുടങ്ങാൻ നേരത്ത് ഒരു പുതിയ ഒരു കുട്ടിയെ പോലെയാണ് പുള്ളി അഭിനയ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഓരോ സിനിമയും നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അല്ല, എന്റെ അമ്മ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, സുധീഷ് ചേട്ടനെ പറ്റിയാണ്. അപ്പം ഹ്യൂമർ ടച്ചുള്ള കഥാപാത്രങ്ങൾ ചേട്ടൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മ സുധീഷ് ചേട്ടനെ ഒരു ചിത്രത്തിലോ മറ്റോ TV-യിൽ കാണുമ്പോഴത്തേക്കും എനിക്ക് സുധീഷിനെ കാണുമ്പം തന്നെ ഒരു അമ്യൂസ്മെന്റ് അല്ലെങ്കിൽ ഒരു ചിരി എനിക്ക് വരാറുണ്ട് എന്ന്. അത്രയും രസകരമായിട്ട് അങ്ങനെയുള്ള രംഗങ്ങൾ അഭിനയിക്കുന്ന ഒരാളായിട്ട്. പിന്നെന്താ വെച്ചാൽ മിക്ക കുറെ കുടുംബ പശ്ചാത്തലമുള്ള ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു കുടുംബത്തിലെ അനിയനായിട്ടും പിന്നെ വളരെ അടുത്തൊരു തൊട്ടയൽപക്കത്തുള്ള ഒരു പയ്യനായിട്ടും അതുപോലെ ഈ അടുത്ത കാലങ്ങളിൽ അമ്മാവനായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഫാമിലീസിനിടയിൽ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ. ഡയാനയുടെ അമ്മ പറഞ്ഞ പോലെ സ്ഥിരം അങ്ങനെ വീട്ടിലെ പയ്യനൊന്നും അല്ല. ഈ അടുത്ത കാലത്തായിട്ട് ശരിക്കുള്ള സ്വഭാവം പുറത്തേക്ക് വന്നു. ചെറിയ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നുണ്ട് അല്ലേ? സത്യം മാത്രമേ പോലും. അത് എനിക്ക് അങ്ങനെ വേഷം കിട്ടിയ വളരെ സന്തോഷം. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഇമേജ് മാറ്റിയെടുക്കുക അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന വേഷത്തിൽ നിന്ന് മാറി വരിക എന്ന് പറയുന്നത് ഭയങ്കര ആഗ്രഹം, പുറത്തു കിടക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു വേഷം എന്നെ വിളിച്ചു. സത്യം മാത്രമേ ബോധിപ്പിക്കുന്നു സിനിമയിൽ ഒരു ഗംഭീര വില്ലൻ എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അയാളുടെ വില്ലനിസം കാണിക്കുന്നുണ്ടെങ്കിൽ കൂടെ അയാളെ ഒരു ഹീറോ കൂടിയാണ് ആ സിനിമയിൽ. അപ്പൊ എങ്കിലും ഒരു വില്ലൻ പെർഫോമൻസ് എനിക്ക് അതിൽ കാഴ്ചവെക്കാൻ സാധിച്ചു. നമുക്ക് ഇന്നത്തെ പ്രകടനങ്ങൾ കാണാം. അങ്ങോട്ടിരിക്കാം. ഒരു മനോഹരമായ സ്റ്റാൻഡ് പെർഫോമൻസുമായിട്ട് എത്തുന്നു ഗീതു. ഗീതു, വെൽക്കം. സുഖാണോ? ഹൗ ആർ യു? I am fine. രമേശേട്ടാ,
സുധീഷേട്ടാ. ഹായ്, നമസ്കാരം. ഗീതു. നമസ്കാരം. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയുടെ സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസ് കാണാൻ പോണത്. നമ്മുടെ ഷോയിൽ ഇടയ്ക്കിടയ്ക്ക് ഫീമെയിൽ സ്റ്റാൻഡപ്പ് കോമഡിയൻസ് വരാറുണ്ട്. അതെ അതെ അതെ. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് പോയിട്ടുണ്ട് കേട്ടോ. Yes. അവര് വിചാരിക്കുന്ന പോലെ അല്ല, നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള പ്രായഭേദമന്യേ കൊച്ചു കുട്ടികളെ മുതൽ വലിയ ആൾക്കാർ വരെ വന്നു. വെരി ഗുഡ്, നല്ല കാര്യം. അപ്പോൾ സ്മാർട്ടായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ഹായ്, ഹലോ, നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ലേ? എന്താ എല്ലാവരും ഉണ്ടായിരിക്കണത്? വണ്ടി ഓടിക്കാൻ അറിയില്ലേ? ആ, ഒരു ഓട്ടോറിക്ഷ പോലും ഓടിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാവോ? അപ്പൊ ആർക്കും അറിയില്ല അല്ലേ? സൈക്കിൾ എന്തായാലും ഓടിക്കാൻ അറിയാം അല്ലേ? അപ്പൊ നമുക്ക് കോമഡിയിലൂടെ ഒരു വണ്ടി ഓടിക്കാൻ പഠിച്ചാലോ അല്ലേ? എങ്ങനെയുണ്ടെന്ന് നോക്കാല്ലേ? അപ്പൊ പണ്ട് കാലത്തെ എൻ്റെ അമ്മൂമ്മ ഒരു ചക്കയൊക്കെ കൊണ്ട് ചുമന്നിങ്ങനെ വന്നിരുന്നു റോട്ടിൽ കൂടിയാണേ. അപ്പൊ ആദ്യമായിട്ട് അമ്മൂമ്മ ബസ് കാണുന്നത്. ബസ് കണ്ട് അമ്മൂമ്മ പേടിച്ച് വിറച്ച് ഈ ചക്കയും അമ്മൂമ്മയും കൂടി എടുത്ത് പാടത്തോട്ട് ചാടി. അങ്ങനെയുള്ള ഒരു അമ്മൂമ്മയുടെ കൊച്ചുമോളാ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി എങ്ങനെ ഇരിക്കും ഒന്ന് നോക്കിയാലോ നമുക്ക്? റെഡിയല്ലേ? ആ, അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് നമ്മള് ഇപ്പൊ പുഷ്പ മൂവി ഇറങ്ങിയപ്പോ ഈ സമയത്താണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിരുന്നെങ്കിൽ എനിക്കൊരു പാട്ട ഓർമ്മ വന്നത്. വണ്ടി വണ്ടി വണ്ടികളൊന്നും കാണുന്നില്ലേ, ഏ വണ്ടി വണ്ടി വണ്ടിയിലൊന്നും ചാരന്തേ മുല്ലേ, കാണാത്തൊരു വണ്ടീനെ കാണാൻ കണ്ണുള്ളവളായി കൺമുന്നിൽ ഞാൻ നിന്നപ്പോൾ അറിയുന്നില്ലല്ലോ, കണ്ണിൽ ഗീതുവിന്റെ വണ്ടിയോ ശ്രീയേട്ട റോട്ടിൽ എൽബോർഡ് വണ്ടിയോ, കണ്ണിൽ ഗീതുവിന്റെ വണ്ടിയോ ശ്രീയേട്ട വീട്ടിൽ എൽബോർഡ് വണ്ടിയോ. അങ്ങനെ ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന കാര്യം മറന്നു. അത് പറയണ്ടേ അപ്പൊ നമുക്ക്? അപ്പൊ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ ഈ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മുടെ സീസണൊക്കെ അല്ലേ, മാങ്ങയുടെയും ചക്കയുടെയൊക്കെ സീസണാ അല്ലേ? അപ്പൊ പച്ചമാങ്ങയിട്ട് കുറേ കറികൾ, അതിനിടക്ക് പഴമാങ്ങ, പിന്നെ അതേനി ഈ മാങ്ങയുടെ തൊണ്ട് വരെ ഉണക്കി നമ്മൾ അച്ചാറിടും. അപ്പൊ അന്നത്തെ കാലത്ത് എങ്ങനെയാണെന്നറിയാമോ? ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാവും ഒരു ചേട്ടന്. ആ വർക്ക്ഷോപ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. കുറച്ചാൾ കഴിയുമ്പോൾ പുള്ളിക്കാരൻ്റെ മോൻ അത് ഏറ്റെടുത്ത് അങ്ങോട്ട് നടത്തും. അപ്പൊ ആ പുള്ളിക്കാരൻ്റെ മോൻ നടത്തി പിന്നെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ബിസിനസ്സൊക്കെ അങ്ങോട്ട് ഡള്ളായി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ? ഈ ബാക്കിയുള്ള വണ്ടികളൊക്കെ വെച്ചിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടക്കും. ഈ ഡ്രൈവിംഗ് സ്കൂളിൽ സാറിനൊന്നും വിളിക്കാൻ പറ്റില്ലട്ടാ. സാറിനൊക്കെ വിളിച്ചാലും ദേഷ്യം വരും പുള്ളിക്ക്. ആശാന്ന് വിളിക്കും. ആശാൻ എന്ന് പറയണതേ തടിച്ച് നല്ല വയറൊക്കെ ഉണ്ടായിട്ട് മുണ്ട കൊടുത്ത് തോളിലൊരു തോർത്തൊക്കെ ഇട്ട ഒരു ആശാൻ. ആശാന് വണ്ടീനോട് ദേഷ്യം, എല്ലാരോടും ദേഷ്യം, മൊത്തത്തിൽ ദേഷ്യം. പിന്നെ ആശാന്റെ വയറിനോടും ഭയങ്കര ദേഷ്യം. ആശാൻ എങ്ങനെ വന്നിട്ട് വന്നേ കേറി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നേ. ഇത് പറയുമ്പോഴേക്കും പേടിച്ചിട്ടേ നീ പോ നിങ്ങളെങ്ങനെയല്ലേ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നീ കാണിക്ക് പ്രോജക്റ്റ് എന്നൊക്കെ പറയില്ലേ, തള്ളി വിടൂലേ? അവൾക്കിട്ട് ആദ്യം ഒരു പണി കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഇതും അതുപോലെ തന്നെയാണ്. അപ്പൊ ചെല്ലെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഈ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇനി ജൂൺ ആവുമ്പോഴേക്കും നമ്മുടെ നെയ്സറിയൊക്കെ തുറക്കും. നെയ്സറി ഉറങ്ങുമ്പോഴേക്കും എന്താണ് കരച്ചിലും ബഹളവും, അമ്മയുടെ സാരിയും പിടിച്ച് ഷോളും പിടിച്ച് ഒരു കണക്കിന് ഈ കൊച്ചിനെ നമ്മൾ ഉന്തി തള്ളിയൊക്കെ സ്കൂളിൻ്റെ ഉള്ളിലോട്ട് ഇടും. ഇതേപോലെ ഒരവസ്ഥയിൽ നമ്മൾ ഈ ഡ്രൈവിംഗ് സ്കൂളിലെ സീറ്റിൽ ചെന്നിരുന്നു. ഇനി എന്നാ ഫസ്റ്റ് ഇയർ ഇട്ടെ. സാറ് ഫസ്റ്റ് ഇയർ അറിയില്ലേ? സ്റ്റഡി ആയിട്ട് പിടിക്കേ, സ്റ്റിയറിംഗ് സ്റ്റഡി ആയിട്ട് പിടി. ഇങ്ങനെ ചീത്തയൊക്കെ പറയും. നമുക്കാണെങ്കിലും നിങ്ങൾക്കറിയാലോ പേടിയായിട്ട് പോയാ. ഈ സാറിനാണെങ്കിൽ വണ്ടി ചീത്താക്കുമെന്നുള്ള പേടി, ഞങ്ങൾക്കാണെങ്കിൽ എന്ത് കാണിക്കും എന്നുള്ള പേടി. റോട്ടിൽ കൂടി പോണുള്ളവർക്കാണെങ്കിൽ ഇനി ഞങ്ങളുടെ മേത്ത് ഇത് എപ്പോഴാ ഇടിച്ച് കയറ്റാൻ പോണേന്നുള്ള പേടിയാണ് അവർക്ക് നിൽക്കണത്. ഈ പേടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ തന്നെയാണ് ഈ നേഴ്സറി സ്കൂളിൽ നിന്ന് ഈ കൊച്ചുങ്ങളില്ലേ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയാലും ചില പിള്ളേർ കരയും. കാരണം എന്താണെന്ന് പറയാം, അവർക്കറിയില്ല ഈ അമ്മ വിളിച്ചുകൊണ്ട് പോണേണ്, ഇനി വേറെ എവിടെയും കൂടെ നാക്കാൻ പോണെന്ന് വെച്ചാൽ പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കും. ഇതേപോലെയാണ് ഞങ്ങൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആ അവസ്ഥ. ഇപ്പം ഇത് ഇന്നത്തെ കാലത്ത് ഡ്രൈവിംഗ് ക്ലാസ് ആണ് പുതിയ രീതിയിലാണെങ്കിലാ അപ്പം അതെങ്ങനെ ഇരിക്കും അല്ലേ? ഇത് രസമാണല്ലേ? ചുള്ളനായിട്ടുള്ള സാറ്, ചെത്ത് ജീൻസ്, കൂളിംഗ് ഗ്ലാസ്, ടാറ്റോ കടിച്ച് ഫ്രീക്കനായിട്ട് നമ്മുടെ പിഷാരടി ചേട്ടൻ പോലെ സുധീഷ് ചേട്ടൻ പോലത്തെ ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ സൈഡിൽ വന്നിരിക്കും. നമ്മളോട് വന്നിട്ട് ഡോറൊക്കെ തുറന്ന് പ്ലീസ് മാഡം എന്ന് പറയുമ്പോഴേക്കും എൻ്റെ അമ്മോ, എൻ്റെ പിള്ളേരെ ചേച്ചിക്ക് അന്ന് ഡ്രൈവിംഗ് പഠിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ ഒന്നും പഠിക്കണം ഡ്രൈവിംഗ്, ഇപ്പൊ പഠിച്ചാൽ മതിന്നേ. ഇത് കഴിഞ്ഞ് സാറ് ചോദിക്കും മാഡം ഫസ്റ്റ് ഗിയർ എടുത്തേ. ഫസ്റ്റ് സാറ് പറഞ്ഞാൽ മതി, അങ്ങോട്ട് തന്നെ പോകാം നമുക്ക്. അല്ല മേഡം, അതല്ല ഫസ്റ്റ് ഗിയർ വണ്ടിയുടെ
ഓ ശരി ശരി. അത് അപ്പ അതെങ്ങനെയാ? കൈ ഒന്ന് പിടിച്ചോട്ടെ മാഡം. പിടിച്ചു സാറേ, പിടിച്ചോന്നേ. പയ്യൊന്ന് ചരിച്ച് ഒന്ന് ഫ്രണ്ടിലോട്ട്. ഇപ്പൊ നമ്മളെ ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്ത് ഐബ്രോസ് ചെയ്ത് ഹെന്ന ചെയ്ത് ഇതുപോലത്തെ ഓരോ ഗിയർ ഇടുമ്പോ അയ്യോ എന്താ ഫീൽ എന്നറിയാമോ? നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്നേ. മാഡം ഒരു മിനിറ്റ് മാഡം. റൈറ്റ് സൈഡിൽ മിറർ ഒന്ന് നോക്കിയേ. മിറർ ഓക്കെ സാർ. കോമ്പാക്ട് പൗഡർ ഇച്ചിരി കുറഞ്ഞു. ഒരു മിനിറ്റ് ഒന്ന് ഇടട്ടെ കേട്ടോ സാർ. ഈ സ്റ്റിയറിംഗ് ഒന്ന് പിടിച്ചേക്കണേ. അല്ല മാഡം, ലിഫ്റ്റിക്ക് കുറഞ്ഞു പോയി. ആണോ സാറേ? എനിക്ക് മനസ്സിലായില്ല, ഇപ്പഴാ മനസ്സിലായത്. എന്റെ ഭർത്താവ് പോലും ഒന്ന് നോക്കൂലെന്നേ. ഒന്ന് പൊട്ടുപോയി ഇപ്പൊ കറക്റ്റ് അല്ലെങ്കിൽ മാച്ച് അല്ല എന്ന് പറയില്ല. ലിഫ്റ്റിക്ക് ഒന്നും മാച്ച് അല്ല. നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന സാറില്ലേ, എന്നാ സാറെന്നറിയാവോ? എല്ലാം പറഞ്ഞുതരും, ഇത്രയും നന്നായിട്ട് പറഞ്ഞുതരും. നിങ്ങൾക്ക് ആരെങ്കിലും പോയാൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോകാൻ തോന്നുന്നുണ്ടല്ലേ? എനിക്കറിയാം. ടീച്ചറോട് പറയണ്ട, എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചേർത്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ സ്കൂൾ അങ്ങോട്ട് കഴിയുമ്പോ നമുക്ക് എന്താ പറയാ, ടൂറ് പോയ ഒരു എഫക്റ്റാ. എന്താണെന്നറിയാമോ സാറേ? ഞങ്ങൾ റൂട്ടിൽ വണ്ടി ഓടിക്കാൻ പഠിച്ചില്ലായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. ആണോ മേഡം? എന്താണ് സാറേ? അത് കുഴപ്പമൊന്നുമില്ല മേഡം. ഇപ്പൊ തന്നെ പോവാന്ന്, നമുക്ക് ഇപ്പൊ തന്നെ ആ റൂട്ട് തന്നെ പിടിക്കാന്നേ. അയ്യോ അപ്പൊ ശരിയേട്ടാ, വേറെ ഒന്നല്ല, എന്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പോലീസ് എപ്പോഴാന്നറിയില്ല പെറ്റിടിക്കണം. അപ്പൊ ശരിയെന്നാ, ഡ്രൈവിംഗ് പഠിക്കാനുള്ളവർ വന്നേക്കണേ. ഓക്കെ ബൈ, താങ്ക് യു. വെരി എനർജറ്റിക്, സൂപ്പർ. തുടങ്ങിയതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. അപ്പൊ അതില് പ്രത്യേകിച്ച് എന്താ വെച്ച് കഴിഞ്ഞാല് 2 വെറൈറ്റി, അതായത് പണ്ടത്തെ ആശാന്റെ കളരിയും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ടാറ്റു സ്കൂൾ മാസ്റ്ററും രണ്ടും ഡിഫറെന്റ് ആയിട്ട് ഗംഭീരമായിട്ട് ചെയ്തു. അടിപൊളി. ശരിക്കും ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഓടിക്കോ വണ്ടിയൊക്കെ തന്നെ? ഇപ്പൊ അങ്ങനെ ഓടിക്കല് കുറവാ. അപ്പൊ എന്ത് പറ്റി പെട്ടെന്ന് ഓടിക്കല് കുറവായി പോയത്? അതെനിക്ക് തോന്നണേ പിള്ളേരൊക്കെ ആയപ്പോ തോന്നുന്നു ഹസ്ബൻഡിന് ഒരു പേടി എന്നെ വെച്ച് ഓടിപ്പിക്കാൻ. അതുകൊണ്ട് നിർത്തി എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ആശാന്റെ അടുത്താണോ പഠിച്ചത് അതോ ടാറ്റുവിന്റെ അടുത്താണോ പഠിച്ചത്? ആശാന്റെ അടുത്തും പഠിച്ചായിരുന്നു, ടാറ്റുവിന്റെ അടുത്തും. അങ്ങനെയല്ലേ ആശാന്റെ അടുത്ത് പഠിച്ചത് ലൈസൻസ് കിട്ടാൻ, ഓടിച്ച് പരിശീലനത്തിന് പിന്നെ വേറെ ടാറ്റുവിന്റെ അടുത്ത് പോകണം അല്ലേ? ഈ ചില രാജ്യങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് ഡ്രൈവും ചില രാജ്യങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവും ആണ്. റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ഉള്ള രാജ്യങ്ങൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. എന്താണെന്നുള്ളത് ഡയാനയ്ക്ക് പറയാമോ? റൈറ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കും അല്ല, അതങ്ങനെ വന്ന രാജ്യങ്ങൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. 90% രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങൾ അല്ല. ബ്രിട്ടീഷ് ഭരിച്ചിട്ടുള്ള രാജ്യങ്ങൾ, അതായത് കോമൺവെൽത്ത് രാജ്യങ്ങളെല്ലാം റൈറ്റ് ആണ്. ബ്രിട്ടീഷുകാർ ഏതെങ്കിലും കാലത്ത് ഭരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ റൈറ്റ് ആണ്, ബാക്കിയുള്ളതൊക്കെയാണ്. ദുബായ് ഒന്നും ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടില്ല. നിങ്ങൾ ലണ്ടനിലെ റൈറ്റ് അല്ലേ? ലണ്ടൻ റൈറ്റ് ആണ്, അവരാണല്ലോ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷുകാർ ഭരിച്ച രാജ്യങ്ങളിലെല്ലാം റൈറ്റ് ഹാൻഡും ബ്രിട്ടീഷ് അധിനിവേശപ്പെടുത്തിയിട്ടില്ലാത്ത രാജ്യങ്ങളൊക്കെ ലെഫ്റ്റുമാണ്. വളരെ സിമ്പിൾ ആയിട്ട് കേട്ടോ. Okay, അപ്പോൾ ഗീതു നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. We all enjoyed it. So thank you so much for coming. And now we're moving on to a stand-up performance. Let me welcome Jittu Koduvalli. ജിത്തു കൊടുവള്ളി, സ്വാഗതം. ഫൺസിന്റെ വേദിയിലേക്ക് സുസ്വാഗതം. താങ്ക് യു. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖം. കൊറോണയൊക്കെ ഇങ്ങനെ മാറി വരുന്നേ ഉള്ളൂ. അതിന്റെ കൊറോണയൊക്കെ ബാക്കിയുള്ളിടത്തൊക്കെ പൂർണ്ണമായിട്ടും തന്നെ മാറിയ അവസ്ഥയാണല്ലോ. ഇല്ല, നമ്മൾ IT-കാർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. കാരണം വീട്ടിലിരുന്ന് 6 നേരം ഫുഡ് അടിച്ചിട്ട് അതിന്റെ സുഖം അങ്ങ് പിടിച്ചുപോയി. വർക്ക് ഫ്രം ഹോം തുടരുന്നതിന്റെ ഭാഗമായിട്ട് വർക്ക് ഫ്രം ഹോം ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞല്ലേ? ചുമ്മാ ഇപ്പൊ എന്റെ മാനേജർക്ക് പോലും ഇല്ലാത്ത ഐഡിയ എന്തിനാണ് വെറുതെ കൊടുക്കുന്നത്? അല്ല, ഈ വർക്ക് ഫ്രം ഹോമിന്റെ ഒരു ഭയാനക വെർഷൻ നമുക്കുണ്ടായി. ഞാൻ ഒരു തവണ അല്ലാണ്ട് ചെയ്തില്ല, കാരണം പറ്റൂലെന്ന് മനസ്സിലായി. കാരണം ഒരു തവണ എന്നെ ഒരു ആള് വിളിച്ചിട്ട് ആ സമയത്ത് മറ്റ് കലാകാരന്മാരെ, അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് വിദേശത്തുള്ള സംഘടന ഒരു പൈസ കൊടുക്കും. അവരാ പൈസ കൊടുക്കണമെങ്കിൽ കുറച്ച് പരിപാടികൾ ഇവിടെ നാട്ടിലുള്ള അവർ പറയുന്ന ചില കലാകാരന്മാരെ അവതരിപ്പിക്കണമെന്നും പറഞ്ഞിട്ട് എന്നെ ഒരു സംഘടന വിളിച്ചു. ഞാൻ നോക്കിയപ്പോൾ ആർക്കും പരിപാടികളില്ല. ഞാൻ ഓൺലൈനിൽ കുറച്ചു നേരം അവരോട് സംസാരിക്കുകയും തമാശ പറയുകയും ചെയ്താൽ വേറെ കുറച്ച് ആളുകൾക്ക് പണം കിട്ടുമെങ്കിൽ നല്ല കാര്യമല്ലേ എന്ന് ഓർത്ത് ഞാനൊരു ഓൺലൈൻ പരിപാടി അവതരിപ്പിച്ചു. എന്റെ പൊന്നടാവേ, ഒരു 10-15 വീടുകൾ, നമ്മൾ ഏത് സ്ക്രീൻ തൊട്ടാലും ആ സ്ക്രീൻ വലുതായി വീട്ടിലാണ്. എവിടെയൊക്കെ മൊബൈൽ വെച്ചാ കാണുന്നതെന്നറിയാവോ? നല്ല തിന്നോണ്ടിരിക്കുന്നു, ഒരുത്തൻ നടന്നോണ്ട് കാണിക്കുന്നു വീട്. നമുക്കങ്ങ് ഒരു രക്ഷയിലാണ്. ഒരാള് ഈ ഫോൺ ഇങ്ങനെ ഒരു ഗ്ലാസ്സിലോ മറ്റേ ചാരി വെച്ചിട്ട് ഇവിടെ ഒരു കുപ്പിയുണ്ട്, ഒരു ഗ്ലാസ്സും ഉണ്ട്, മുണ്ടും മടക്കി കുത്തി ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് കാണുക എന്റെ സ്റ്റാൻഡപ്പ് കോമഡി മുഴുവൻ. അയ്യോ, ഞാൻ അങ്ങനെ അന്നത്തോടുകൂടി ഓൺലൈൻ പരിപാടി ഏകദേശം അവസാനിപ്പിച്ചു. ഓക്കെ, ഗംഭീരമായിട്ട് പെർഫോം ചെയ്യൂ. താങ്ക് യു.
ഈ കോട്ടൊക്കെ ഇട്ട് വന്ന് നിൽക്കുമ്പോഴേ ഞാൻ ഒരു 10 വർഷം പിന്നോട്ട് പോയി നിൽക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഞാനൊരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ചെറിയ IT കമ്പനിയിലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ക്ലയൻറ്റ് വിസിറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ സമയത്ത് നമ്മുടെ കമ്പനി എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ അവിടെ നിൽക്കുന്ന തൂത്തും തുടക്കുകയും ചെയ്യുന്ന ചേച്ചിമാരെയും ചേട്ടന്മാരെ വരെ പിടിച്ച് ഈ കോട്ടിടിക്കും. അപ്പോൾ ആ ഒരു 10 വർഷത്തിന് പിന്നിലേക്കാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നെയൊക്കെ കണ്ടിരുന്നെങ്കിൽ പാടത്ത് വെച്ച നോക്കുത്തി പോലെ ഉണ്ടായിരുന്നു ആ സമയത്ത് കോട്ടൊക്കെ ഇട്ട സമയത്ത്. അപ്പോൾ എനിക്കിപ്പോൾ ആ മാനേജറാണ് ഓർമ്മ വരുന്നത് ഈ കോട്ട് എനിക്ക് ചേട്ടൻ തന്നപ്പോൾ. എൻ്റെ പേര് ജിത്തു കൊടുവള്ളി. ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഒരു ചെറുകഥാകൃത്ത് കൂടാണ്. സ്വന്തമായിട്ടൊരു പുസ്തകം എഴുതി, സുഹാസിനിയുടെ പ്രേതം എന്നാണ് അതിൻ്റെ പേര്. ഇനി എൻ്റെ നാടിനെ പറ്റി പറയുകയാണെങ്കിൽ, പൊതുവെ എൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുമ്പോൾ എന്നേക്കാൾ കൂടുതൽ സന്തോഷം കേൾക്കുന്ന ആൾക്കാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, അതാ നാടിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. ഈ നാടെന്ന് പറഞ്ഞാൽ എഗ് പപ്സിൻ്റെ ഉള്ളിൽ മുട്ട നിൽക്കുന്നത് പോലെ ഇടത്തും വലത്തും മേലെയും താഴെയൊക്കെ കേരളം ഞെക്കി ഞെരുക്കി പോണ്ടിച്ചേരിയുടെ ഭാഗമായ മാഹി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഇപ്പം തന്നെ പലരുടെയും മുഖത്ത് ആ നാടിൻ്റെ ഗുണത്തിനെ പറ്റിയുള്ള ഒരു ചിരി വന്നിട്ടുണ്ട്. പൊതുവെ കേരളത്തിൽ അകത്തും പുറത്തും ഒരുവിധം എല്ലാവരും എൻ്റെ നാടിനെ പറ്റി അറിയുന്നത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്നെഴുതിയ ആ ഒരു നല്ല പുസ്തകത്തിനെ പറ്റിയും, പിന്നെ മദ്യത്തിനെ പറ്റിയും. കേരളം ഗോഡ്സ് ഓൺ കൺട്രി ആണെങ്കിൽ എൻ്റെ നാട് ബാർസ് ഓൺ കൺട്രിയാണ്. കേരളം ടൂറിസത്തിൽ മുന്നേറുമ്പോൾ എൻ്റെ നാട് ബാറിസത്തിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, അവിടെ ചുറ്റും സ്കൂളുകളെക്കാളും അമ്പലങ്ങളെക്കാളും കൂടുതലുള്ളത് ബാറും പെട്രോൾ പമ്പുമാണ്. അത്ര മദ്യസമ്പന്നമാണ് എൻ്റെ ഈ നാട്. അപ്പോൾ പിന്നെ മദ്യമാഹിയിൽ നിന്ന് വരുമ്പോൾ മദ്യത്തിനെ കുറിച്ച് തന്നെ ആയിക്കോട്ടെ കുറച്ച് കഥകൾ. എനിക്ക് ചെറുപ്പത്തിൽ മിലിറ്ററിക്കാരനാവണമെന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. കാരണം ഈ വെടിവെപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പം ഞാനും പോയി വെടിവെക്കും, പാകിസ്ഥാൻ ശത്രുക്കളെ കൊല്ലും. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പക്ഷേ ഇത് ഇച്ചിരി അധ്വാനമുള്ള കാര്യമാണെന്ന് മനസ്സിലായപ്പോൾ ഞാനതങ്ങ് വിട്ട്. അതിനുശേഷം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ മിലിറ്ററിക്കാർക്ക് കിട്ടുന്ന അതേ സ്നേഹം എനിക്ക് പല തവണ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ എന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ തവണ കാണുമ്പോൾ സുഖമല്ലേ എന്നല്ല ചോദിക്കുക, ലീവിന് വന്നതല്ലേ, കുപ്പിയൊന്നും ഇല്ലേ. ഇവരൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഈ ഉപ്പിലിട്ട മാങ്ങ പോലെ നമ്മളൊക്കെ 24 മണിക്കൂർ ഈ മദ്യത്തിലിട്ട് വെച്ചേക്കാണെന്നാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ചുറ്റും 100 ബാർ ഉണ്ടെങ്കിലും നാട്ടിൽ നിന്ന് 2 തുള്ളി അടിക്കാനുള്ള യോഗ ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ഏതേലും ഒരു ബാറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഏതെങ്കിലും കുടുംബക്കാരൻ്റെ വീടുണ്ടാവും അതിൻ്റെ മുന്നിൽ, അല്ലെ ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ്റെ കടയുണ്ടാവും അതിൻ്റെ മുന്നിൽ. അപ്പോൾ ഞാൻ ആ ബാർ നോക്കിയാൽ തന്നെ മതി, വീട്ടിലേക്ക് കോൾ പോവും. അവൻ അപ്പോൾ ഇപ്പോൾ ബാറിലേക്ക് കയറിയോ എന്നൊരു സംശയം. പിന്നെ എല്ലാവർക്കും അവരവർ അഡ്രസ്സ് പറയാൻ വേണ്ടി വളരെയധികം പ്രൗഡും അഭിമാനമൊക്കെ ആയിരിക്കും. പക്ഷേ എൻ്റെ കാര്യത്തിൽ അവിടെ ഒരു പണി കിട്ടി. എൻ്റെ വീട് വലിയ വരിക്കാശ്ശേരി മഞ്ഞ അല്ലെങ്കിൽ പോലും ഒരു ചെറിയ വീടാണെങ്കിലോ അത് ഇത്തിരി ഒരു അഭിമാനത്തോടെ പറയാൻ വേണ്ടി എൻ്റെ നാട് എന്നെ സമ്മതിച്ചിട്ടില്ല. വേറൊന്നുമല്ല, എൻ്റെ അഡ്രസ്സ് ഇതാണ്: ജിത്തു കൊടുവള്ളി, ഹൗസ് നമ്പർ 216E, ഓപ്പോസിറ്റ് ജോയി ബാർ. ഇതിലും വലിയ ദുരന്തം വേറെ എന്തേലും വേണോ? ഈ ഒരൊറ്റ കാരണം ഉള്ളത് കൊണ്ട് ദിവസവും ഞാൻ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ കണി കാണുന്നത് ഈ ജോയി ബാറിൻ്റെ ബോർഡും നിരത്തി വെച്ചിരിക്കുന്ന കുപ്പികളും ഇതൊക്കെ തന്നെയാണ്. ഇതിലും വലിയൊരു ഐശ്വര്യം ജീവിതത്തിൽ വേറെ എന്താണ് വേണ്ടത്? ഇതേ ഒരു പ്രശ്നം കൊണ്ട് ഏത് നാട്ടിൽ ഞാൻ ഏത് ജോലിക്ക് അപേക്ഷിച്ചാൽ എൻ്റെ റെസ്യൂമിൻ്റെ സൈഡിൽ എല്ലാം വായിച്ചു കഴിഞ്ഞ് എൻ്റെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അവസാന പേജിൽ എൻ്റെ അഡ്രസ്സ് നോക്കുമ്പോൾ എല്ലാവരും മുഖത്ത് ഒരു പുച്ഛം ഉണ്ടാവും. അവിടെയും ഉണ്ടാവും ഇങ്ങനെ മുഴച്ച് നിൽക്കുന്ന ഓപ്പോസിറ്റ് ജോയി ബാർ എന്നൊക്കെ പറഞ്ഞാലും, ഇത്രയധികം പ്രലോഭനങ്ങൾ കണ്ണിൻ്റെ മുന്നിൽ ഉണ്ടായാലും എൻ്റെ അച്ഛൻ ഒരു തുള്ളി അടിക്കൂല. ഞാനതിപ്പോൾ പറഞ്ഞതൊരു കോമഡി ആയിട്ടല്ല, ഈ കാര്യം ഞാൻ തുറന്നു പറഞ്ഞില്ല, ചിലപ്പോൾ എന്നെ ഇന്ന് വീട്ടിൽ കയറ്റൂല, അതുകൊണ്ട് മാത്രമാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും മാഹിയിൽ മദ്യത്തിനെ കൊണ്ട് കാശുകാരായ കുറച്ച് പേരുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഇത്തിരി അടിച്ചു കഴിഞ്ഞ് കേരളത്തിൻ്റെ പുറത്തോട്ടേക്ക് അങ്ങ് ഇറങ്ങാൻ പറ്റത്തില്ല. ചില ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് മദ്യ കടത്തങ്ങ് തുടങ്ങും. അതുവഴി കാശൊക്കെ സമ്പാദിച്ച ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട് എൻ്റെ ഒരു വകയിലൊരു വല്യച്ഛൻ, പുള്ളിക്കാരനും ഈ പരിപാടിക്ക് ഇറങ്ങി. പുള്ളി ഭയങ്കര ബുദ്ധിമാനായിട്ടാണ് ഈ പരിപാടി തുടങ്ങിയത്. മറ്റുള്ളവരൊക്കെ വണ്ടിയിലും ഇതിലൊക്കെ പോയി പോലീസ് പിടിക്കുന്ന സമയത്ത് പുള്ളി വയൽ വഴിയും ഷോർട്ട് കട്ട് വഴിയൊക്കെ നടന്നങ്ങ് വിൽക്കാൻ തീരുമാനിച്ച് ഒരു 2-3 ഫുള്ളും വാക്കിയും പുള്ളി അങ്ങ് നടക്കും. പക്ഷെ എത്ര കണ്ട് പുള്ളി കച്ചവടം നടത്തിയിട്ടും പുള്ളിയിൽ മാത്രം രക്ഷപ്പെടണില്ല. വേറൊന്നുമല്ല, പുള്ളി 2-3 കിലോമീറ്റർ മാഹിന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇടക്കിടക്ക് ദാഹിക്കുമ്പോൾ 2 പെഗ് വെച്ച് ഇതിൽ നിന്ന് അടിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും കുപ്പി കാലിയായിരിക്കും. പിന്നെ അവസാനം പാട്ട വെറുക്കുന്നവർക്ക് ഈ കുപ്പി കൊടുത്ത് കിട്ടുന്ന 2 രൂപയാണ് പുള്ളി ചെയ്ത മൊത്തം ബിസിനസ്സിൻ്റെയും തിരിച്ചു കിട്ടുന്ന മൂലധനം എന്ന് പറഞ്ഞ സംഗതി. ഈ മദ്യത്തിൻ്റെ കഥ പറയുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കഥ പറഞ്ഞില്ലേ, അത് ഭയങ്കര ചെയ്ത്തായിപ്പം. വേറൊന്നുമല്ല, ബാംഗ്ലൂർ നമ്മൾ ഈ വീക്കെൻഡൊക്കെ ആകുമ്പോൾ അടിച്ച് സെറ്റായി നിൽക്കുന്ന ഒരു പരിപാടിയുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ വർക്ക് ചെയ്യുന്നത് ശനിയും ഞായറും ആ പൈസ കൊണ്ടുപോയി ബാറുകാർക്ക് കൊടുക്കാൻ വേണ്ടി. ഒരുവിധം എല്ലാ IT എഞ്ചിനീയർമാരുടെ ജീവിതം ഇതാണ്. കാരണം ഭയങ്കര നിരാശയാണെന്ന് ഈ IT ഫീൽഡ്. നമുക്ക് അങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ല, കാശൊക്കെ ഒരുപാടുണ്ടാവും. പക്ഷേ ഈ ശനിയും ഞായറും വരുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം പൂത്ത് പുഷ്കരനാവണത്.
അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ദിവസവും ഓരോ ക്വാർട്ടർ വെച്ചടിക്കുന്ന ആ പുള്ളി ശനി ഞായറാകുമ്പോൾ ഒരു ഫുള്ളിലേക്ക് മാറും. അവനിപ്പോ ഈ 2 പെഗ് 3 പെഗ് അടിച്ചു കഴിഞ്ഞാൽ ഇവന്റെ പഴയ കാമുകിമാരെയൊക്കെ 1 by 1 ആയി ഇവനിങ്ങനെ ഓർമ്മ വരും. അവരുടെയൊക്കെ നമ്പർ ഇവന്റെ കയ്യിലുണ്ടെന്നുള്ളതാണ് അതിലും വലിയ ദുരന്തം. അതിലൊക്കെ പലരെയും വിളിച്ച്, എടീ ഞാൻ ഇപ്പോഴും നിന്നെ ഓർക്കുന്നുണ്ടടി, നമ്മൾ അന്ന് പ്രേമിച്ചിരുന്ന കാലം. ഈ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഞാൻ നാളെ രാവിലെ നിന്റെ വീട്ടിന്റെ മുന്നിലുണ്ടാവും, ധൈര്യം ഉണ്ടെന്ന് നീ ഇറങ്ങി വരണം, നിന്നെ ഇപ്പോഴും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാ. അതായത് കല്യാണം കഴിഞ്ഞ് അവരുടെ മോളെ കെട്ടിച്ചുവിടാനുള്ള പ്രായമുള്ള പെണ്ണുങ്ങളൊക്കെ വിളിച്ചിട്ടാണ് ഇവൻ ഈ കേസ് പറയണത്. അപ്പൊ ആ ഒരു പുള്ളിയുടെ ഈ അലമ്പ് സീന് കയറിക്കഴിഞ്ഞ് പുള്ളി അവസാനം വയലന്റ് ആവും. വയലന്റ് ആയി കഴിഞ്ഞാൽ റൂമിലുള്ള ആരെങ്കിലും ഒക്കെ ഇട്ട് തട്ടും. പിന്നെ ഭയങ്കര ഇടിയായി ബഹളമായി പുള്ളി കരച്ചിലാവും. അതാണ് ഏറ്റവും അവസാനം തടവ്. ഇല്ലടാ, എന്നെ മനസ്സിലാക്കാൻ ഈ റൂമിൽ ഒറ്റൊരുത്തനും സാധിച്ചിട്ടില്ല, ഞാനൊക്കെ എന്ത് കാണിച്ചാലും നിങ്ങൾക്കത് ചെമ്പരത്തി പോവാന്നൊക്കെ പറഞ്ഞ് കുഴഞ്ഞാടി. ഒരു ദിവസം ഇവൻ എന്ത് ചെയ്തു, ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഓടി ടോയ്ലറ്റിൽ കയറി അവിടുന്ന് ബക്കറ്റ് എടുത്തുകൊണ്ട് അങ്ങ് പോയി. നമ്മൾ ഈ ബാച്ചിലർ ലൈഫിൽ ഒരു സംഗതി ഉണ്ട്, ഈ ഒരു ചെറിയ ചൂല് വാങ്ങുന്നുണ്ടെങ്കിൽ പോലും അത് ഷെയർ ഇട്ടിട്ട് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ കരുതി ഓക്കെ ഇവൻ ഷെയർ ഇട്ട് വാങ്ങിച്ച ബക്കറ്റ് ആയിരിക്കും, അല്ല ഞങ്ങൾ ഷെയർ ഇട്ട് വാങ്ങുന്നതല്ല, ഇവൻ സ്വന്തമായിട്ട് വാങ്ങിച്ച ബക്കറ്റ് ആയിരിക്കും എന്ന് കരുതി ആ ബക്കറ്റും കൊണ്ടുപോയി. ഏകദേശം ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേട്ടു, സ്റ്റെപ്പിൽ നിന്ന് മറിഞ്ഞിട്ട് വീഴുന്നു, ഒരു വാള് വെച്ച സൗണ്ട്. അവനെ പൊക്കി നമ്മൾ റൂമിൽ കൊണ്ട് കിടത്തി. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ സ്ഥിരം കുമ്പസാര, അല്ലാതെ അടിച്ച് ഓവറായി പോയി, സോറി കേട്ടോ, ഞാൻ ആരെങ്കിലും തെറി പറഞ്ഞെങ്കിൽ മാപ്പ്. അതും പറഞ്ഞ് നമ്മൾ അവനോട് ചോദിച്ചു, അതൊക്കെ ഓക്കെ, നീ എന്തിനാ ഇന്നലെ ബക്കറ്റ് എടുത്തോണ്ട് പോയത്? ഓ ബക്കറ്റ് എടുത്തോണ്ട് ഞാൻ പോയല്ലേ എൻ്റെ പൊന്നളിയാ, ഞാൻ ഇന്നലെ ഫുൾ അടിച്ച് സെറ്റായ സമയത്ത് നോക്കുമ്പോൾ ആ കക്കൂസ് എനിക്ക് ബെഡ്റൂം ആയിട്ടാണ് തോന്നിയത്, നേരെ സൂട്ട് കേസ് എടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയതാ. എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ മദ്യപാനം നിർത്തുന്ന 2 സീസൺ ഉണ്ട്. ഒന്ന് ശബരിമലയ്ക്ക് മാലയിടാൻ പോയി കഴിഞ്ഞാൽ 41 ദിവസം ശാന്തം സുന്ദരം സുരഭിലം, ആരും ഒരു വീട്ടിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാ വീട്ടിലും ശാന്തിയും സമാധാനം ഇങ്ങനെ കളിയാടും. അന്ന് വരെ വൈകുന്നേരം പൂരപ്പാട്ടും പെണ്ണും പിള്ളയെ കുനിച്ചു നിർത്തി കൂമ്പിനിച്ചുള്ള നിലവിളികളുള്ള വീട്ടിൽ വെറും അയ്യപ്പ ഭക്തി ഗാനങ്ങൾ മാത്രമേ കേൾക്കൂ. അപ്പോൾ വീട്ടിൽ പെണ്ണുങ്ങൾ ഒരു കാര്യം പറയും, ഈശ്വരാ 365 ദിവസം ഈ അയ്യപ്പനെ ഈ പുള്ളിനെ അങ്ങ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു സമാധാനം ഉണ്ടാവും വീട്ടിൽ. ആ സമയത്തെങ്ങാനും നോബൽ പ്രൈസിന് സമാധാനത്തിന് നോബൽ പ്രൈസ് കൊടുക്കുന്ന അവർ ആ വഴി പോയിട്ടുണ്ട്, എല്ലാ വീട്ടിലും കിട്ടും സമാധാനത്തിലുള്ള ഓരോ നോബൽ പ്രൈസ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്താന്ന് പറഞ്ഞാൽ പെണ്ണ് കാണുന്ന സമയം. എൻ്റെയൊക്കെ കല്യാണം നടക്കാൻ പെട്ട പാട്. മാഹിയിലാണ് പയ്യന്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടമാണ് ബ്രോക്കറെ, അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഈ പഞ്ചസാര ഭരണിയിലേക്ക് വീണ ഉറുമ്പ് ഒരു തുള്ളി പഞ്ചസാര കഴിക്കൂല എന്ന് പറഞ്ഞാൽ ആരേലും വിശ്വസിക്കുമോ? അതുകൊണ്ട് നമുക്കൊക്കെ കെട്ട് നടക്കണമെങ്കിൽ ബ്രോക്കർമാർക്ക് കൊടുക്കണം അഡീഷണൽ സർവീസ് ചാർജ്. വേറെ ഒന്നുമല്ല, അവർ അഭിനയിക്കണം പെണ്ണ് വീട്ടുകാരെ മുന്നിൽ. ഈ പയ്യൻ ഒരു തുള്ളി അടിക്കൂല, അയ്യോ മദ്യം എന്നുള്ള വാക്ക് കേട്ടാലേ അവൻ വാള് വെക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ബൂസ്റ്റപ്പായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ മാഹിയിൽ എല്ലാ പെണ്ണുങ്ങളെ വീട്ടിൽ നിന്നും വന്നിട്ട് ഒരു സെക്കൻഡ് എല്ലാ വീട്ടുകാരുടെയും ഒരു റൗണ്ട് അന്വേഷണം ഉണ്ടാവും പയ്യൻ എങ്ങനെയാണ്. എൻ്റെയൊക്കെ നാട്ടിൽ 2 റൗണ്ടാണ്. ഒന്ന് സാധാരണ കുടുംബക്കാരടുത്ത് ചോദിക്കും, രണ്ടാമത് തൊട്ടടുത്ത ബാർ കയറി ചോദിക്കും ഈ പയ്യൻ എങ്ങനെ ഇവിടെ വന്ന് 2 അടിക്കാറുണ്ടോ. എന്നെപ്പറ്റി എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ബാറിലാണ് പോയി ചോദിച്ചേക്കണത്. അവർ കൊടുത്ത സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. സൽസ്വഭാവി സുമുഖൻ സുന്ദരൻ. സുന്ദരൻ എന്നൊക്കെ പോട്ടെ, അതൊന്നും പറയേണ്ട ഒരു കാര്യം ഉണ്ടായില്ല. ഇതേപോലത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് പോലും എനിക്ക് കിട്ടിയില്ല. അത്രയും മനോഹരമായ ഒരു സർട്ടിഫിക്കറ്റാണ് എനിക്ക് ഈ ബാറ് തരുന്നത്. പിന്നെ ഒരു കാര്യം, ചില അമ്മായിയപ്പന്മാർ 2 അടിക്കുന്നവരാണെങ്കിൽ അവർക്ക് മാഹിയിലേക്ക് പെണ്ണിനെ കൊടുക്കാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. വേറെ ഒന്നുമല്ല, ഇടക്കിടക്ക് സ്മോളെ കാണാൻ വേണ്ടി പോയി വരാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മദ്യപാന കഥകൾ. എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, മദ്യം വിഷമാണ്, വീട്ടിലറിഞ്ഞ വിഷയമാണ്, പിന്നെ ആകെ വിഷമമാണ്. ജവാന്റെ കിക്കിലല്ല, നമ്മുടെ ജീവിതത്തിലാണ് യഥാർത്ഥ കിക്ക്. തിരിച്ചറിയുക, മദ്യം ഉപേക്ഷിക്കുക. നന്ദി, നമസ്കാരം. നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ, അല്ല, കൈതരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, വൈഫ് കണ്ട പ്രശ്നമാണ്. കാരണം ഈ ഫണ്ട്സ് പോണ ടൈമില് ഞാൻ ഏറ്റവും കൂടുതൽ കോമഡി ആണല്ലോ നിങ്ങളെ കാണാനാണെന്ന് പറഞ്ഞ് വീട്ടിലൊരു ചെറിയ കുടുംബ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. വൈഫിനോട് പറയണ വേറെ ഒന്നും വിചാരിക്കരുത്, നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കൺഗ്രാറ്റ്സ്, സൂപ്പർ പെർഫോമൻസ്. രമേശ് ചേട്ടാ, സുധീഷ് ചേട്ടാ, ഈ മദ്യപാനത്തെ കുറിച്ച് വാദോരാതെ പറഞ്ഞപ്പോഴേ ശരിക്കും 2 അടിച്ചൊരു ഫീലിംഗ് അവിടെ. കുടിക്കുമല്ലേ ആ ഒരു ഫീലിംഗ്? എനിക്ക് ആ ഫീലിംഗ് എന്താന്ന് അറിയില്ല ഇതുവരെ. അറിയാമായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അത് എന്താ അറിയാം, ഫീലിംഗ് ചിലപ്പോൾ ഈ ബോധം കെട്ടുപോയ ഫീലിംഗ് അറിയാൻ പറ്റൂല, അങ്ങനെ പ്രശ്നമുണ്ട്. എന്തായാലും വളരെ ഗംഭീരമായിട്ട് പരിപാടി, സൂപ്പറായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവസാനം നല്ലൊരു കൺക്ലൂഷൻ കൂടെ കൊടുത്തു, അതിന് വളരെ ഗംഭീരമായിട്ട്. പണ്ട് മാഹിയിൽ നമ്മള് അവിടെ പെട്രോളിനും ഡീസലിനും വിലക്കുറവുണ്ടല്ലോ. അപ്പൊ പെട്രോൾ പമ്പിൽ വലിയ ക്യൂ ഉണ്ടാവും. നമ്മൾ ആ ക്യൂവിൽ വണ്ടി നിർത്തിയിരിക്കുമ്പോൾ അതിന്റെ താഴെ ചെറിയ വാച്ച്, കൂളിംഗ് ഗ്ലാസ് സംഭവം. ഇപ്പൊ അങ്ങനെ അതൊക്കെ വരാറുണ്ട്, ഇപ്പൊ കാണാറില്ല. ഇപ്പൊ ആരും അങ്ങനെ, എല്ലാം ഓൺലൈനായല്ലോ.
എല്ലാം ഓൺലൈനായി. കാരണം അന്നൊക്കെ നമ്മൾ ട്രൂപ്പിന്റെ പരിപാടിക്ക് പോകുമ്പോൾ നിർത്തുമായിരുന്നു. മാത്രമല്ല ട്രൂപ്പിന്റെ വണ്ടികൾ പോലീസ് പൊതുവെ ചെക്ക് ചെയ്യില്ല. അങ്ങനെയും ഒരു ഗുണമുണ്ട്. രാത്രി ബോർഡൊക്കെ കെട്ടി വരുന്ന ട്രൂപ്പ് വണ്ടികൾ. അപ്പൊ ഞങ്ങള് ട്രൂപ്പില് 8 പേരൂടെയൊക്കെ അന്ന് കാലത്ത് ചില സാധനങ്ങൾ, ചില ഇനങ്ങൾ. അതുകൊണ്ട് മാഹിയില പെട്രോൾ അടിക്കാൻ നിർത്തലും മാഹിയിലൊരു ഇറങ്ങി നടത്തവും കറക്കവും ഒക്കെ വലിയ ഓർമ്മകളാണ് ആ സ്ഥലത്തെ പറ്റി ഇപ്പൊ പറഞ്ഞപ്പം. ഈ പറഞ്ഞതുപോലെ പിന്നെ എനിക്ക് തോന്നുന്നു ഹൈവേയുടെ തൊട്ടടുത്ത് ബാർ പാടില്ലെന്ന് പറഞ്ഞൊരു സമയത്ത് കുറെ അധികം ബാറുകൾ അവിടെ ഇരുവശങ്ങളിൽ നിന്ന് പോയി എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴുണ്ടോ? ഇല്ല, പകരം ഹൈവേ ഇത്തിരി ദൂരത്തോട്ടേക്ക് മാറ്റി. ആ, അല്ലാതെ അത് നടക്കില്ല. ഗംഭീരമായിരുന്നു താങ്കളുടെ പ്രകടനം. ഹലോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരുന്നില്ല, ദുബായിലേക്ക് ഞാൻ വരുന്നില്ല. ദുബായ്, ഞാൻ ദുബായ് മടുത്തു. ഇനി എനിക്ക് കേരളം, എന്റെ കേരളം, ആ കേരളത്തിന്റെ ശുദ്ധവായു ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണ്. എടോ, എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലേ, എന്നെ വേറെ ആളെ പണിക്ക് വെക്കണോ? ആ, താല്പര്യമില്ലെന്നേ. അവിടെ എന്തുണ്ട്? കണ്ണിന് കുളിർമയേകുന്ന എന്തുണ്ട്? ഒരു തല്ലുണ്ടോ? ഒരു സമരമുണ്ടോ? ഒരു ഹർത്താലുണ്ടോ? ഒരു ബന്ധമുണ്ടോ? ഒരു കുറ്റിയിടലുണ്ടോ? ഒരു തടയലുണ്ടോ? ഇതൊക്കെ ഇല്ലാതെ എന്താണോ ഒരു കണ്ണിന് കുളിർമ? ഇവിടെയാണെങ്കിലുണ്ടല്ലോ ആഴ്ച ബന്ദ്, ഹർത്താലി, തല്ലി, കുറ്റിയിടലി, തടയലി. ഇന്ന് KSRTC സമരം ചെയ്യുമ്പോൾ നാളെ KSCB സമരം, പിന്നെ അധ്യാപകരുടെ സമരം, അതിനുശേഷം വിദ്യാർത്ഥികളുടെ സമരം, വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സമരം കഴിഞ്ഞ രക്ഷകർത്താക്കളുടെ സമരം. അങ്ങനെ സമരവും ഹർത്താലും ബന്ധും ഇതൊക്കെ ഞാനൊന്ന് ആസ്വദിക്കട്ടോ. ഉഷാവുതിപ്പ് ഇങ്ങനെ പാടിയപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. എന്റെ കേരളോ എത്ര സുന്ദരോ, എന്റെ കേരളോ എത്ര സുന്ദരോ, ജനിച്ച തെങ്ങു വളർന്ന തെങ്ങു വളർത്തു മകളായി ഞാൻ. സുന്ദരമായ കേരളം ഞാൻ ആസ്വദിച്ചിട്ട് എന്റെ കൊതി തീരുന്നവരെ ആസ്വദിച്ചിട്ടേ വരുള്ളൂ. സാർ, യെസ്, നമസ്കാരം. നമസ്കാരം 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 സോറി, നമസ്കാരം സാർ. ദുബായിൽ നിന്ന് വന്ന അല്ലു അങ്കിൾ. അല്ലു അങ്കിൾ സാർ, ഞാൻ രാമു ABC ബാങ്കിൽ നിന്ന് വരികയാണ്. ABCD ബാങ്കോ? ABCD ഇല്ല, ABC ബാങ്ക്. ഞാൻ ദാമു ഫ്രം CBC. ഇത് രാമു, അത് ദാമു. രാമു ബാങ്കുകാരാണ്. അതെ. നിങ്ങളെ കാണാൻ ഞാൻ ഇരിക്കുമായിരുന്നു. എന്താ എന്റെ കയ്യിലെ കുറച്ച് കീറിയ നോട്ടുകളുണ്ട്, ഒന്ന് മാർത്തരുമോ? പിന്നെന്താ സാർ ഇങ്ങോട്ട് പോവാ. സാറേ, ഈ നോട്ടിന്റെ സീരിയലുകൾ ഓർമ്മയുണ്ടോ? സീരിയൽ ഞാൻ കാണാറില്ല, എനിക്ക് താല്പര്യമില്ല. ഞാൻ കോമഡി ഷോ മാത്രമേ കാണാറുള്ളൂ. അതല്ല, ഈ നോട്ടില് ഒരു നമ്പർ എഴുതിയിട്ടുണ്ടാവും, അത് ഓർമ്മയുണ്ടോ? ആ നമ്പർ നോക്കിയാൽ ആ നോട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 50 ആണോ 10 ആണോ 100 ആണോ? അല്ല സാർ ഭയങ്കര തമാശക്കാരനാണല്ലോ. നോട്ട് സൈഡില് ഒരു നമ്പർ എഴുതിയിട്ടുണ്ടാവും, അത് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഞാനത് എന്റെ ബാങ്ക്, അത് എന്റെ ഉത്തരവാദിത്തത്തില് ഞങ്ങളത് മാറി തന്നിരിക്കും. സാറിന് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങളുടെ ബാങ്ക് തയ്യാറാണ്. നോട്ടില് സീരിയൽ ഉണ്ട്. ഉണ്ട്. നോട്ട് കൊണ്ടാണ് സീരിയൽ പിടിക്കണം എന്നറിയാം, അല്ലാതെ നോട്ടിലെ സീരിയൽ എനിക്കറിയാം. സാർ ഭയങ്കര തമാശക്കാരനാണ്. ഞങ്ങളുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇങ്ങനെ തമാശ കേൾക്കുന്ന തന്നെ ഞങ്ങൾക്കൊരു മനസ്സിനൊരു സുഖമാണ്. ആണല്ലേ? എന്താ നല്ല ചിരി, എന്താ ചിരിച്ചു? അല്ല, നേരത്തെ പറഞ്ഞ തമാശക്ക് ഞാൻ ഇപ്പൊ ചിരിച്ചതാണോ? സാറേ, ആ ബാങ്കിന്റെ ചിരി അധികം കേൾക്കണ്ട, അത് കൊലച്ചിരിയാണ്. വിശ്വസിക്കാവുന്ന ബാങ്ക് ഞങ്ങളുടെ ഉണ്ട്. ആണോ? ഞാൻ വിശ്വസിക്കാവുന്നത് കയ്യിന്ന് വിട്ടിട്ട് കാര്യം പറഞ്ഞാൽ മതി. സാർ ഇങ്ങോട്ട് കാര്യം പറ, ഇയാള് പറയട്ടെ എന്നിട്ട് പറഞ്ഞാൽ മതി. സാറേ, സാറിന്റെ സമ്പാദ്യത്തിൽ നിന്നും ഒരു നിശ്ചിത തുക ഞങ്ങളുടെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാറിന് എല്ലാ മാസവും അതിന് അതിൻ്റെതായ ഗുണം ഉണ്ടാകും. ഓക്കെ, ഞാൻ നിങ്ങളുടെ ബാങ്കായ ABCയിൽ ഒരു 1 crore ഇട്ടാൽ എന്റെ ആല് പിടിക്കല്ലേ, പറയട്ടെ, ഇട്ടാൽ എനിക്ക് എന്ത് കിട്ടും? സാർ, ഞങ്ങളുടെ ABC ബാങ്കിൽ സാറിന്റെ സമ്പാദ്യത്തിൽ നിന്നും ഒരു 1 CR നിക്ഷേപം ചെയ്യുകയാണെങ്കിൽ എല്ലാ മാസവും സാർ മരിക്കുന്നവരെ 6000 രൂപ വെച്ച് ഞങ്ങളുടെ ബാങ്ക് സാറിന് തന്നിരിക്കും. 6000 രൂപ, 1 കോടി ഇട്ടാൽ. എന്റെ സാറേ ഇങ്ങോട്ട് വന്നേ, അവൻ പറഞ്ഞതിൽ കൂടുതൽ 6500 വെച്ച് ഞാൻ തരും. നിങ്ങളുടെ ബാങ്ക്? ഞങ്ങളുടെ ബാങ്ക്. അപ്പൊ ABC വരുന്നതിനേക്കാൾ 500 കൂടുതൽ തരും. അപ്പൊ നിങ്ങളുടെ ഇട്ടാൽ 6.5, ഇവിടെ ഇട്ടാൽ 6. അപ്പൊ 2 കോടി നിങ്ങളുടെ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 12,500 രൂപയും കൊണ്ട് കുഴിയിലേക്ക് പോകാം. അതെ, എവിടേക്ക് വേണേലും പോവാം. നല്ല ലാഭമാണല്ലോ. നല്ല ലാഭം. വേറെ ആരോട് പറയരുത്. ഇല്ല. ഞാൻ തിരിച്ചൊരു പ്ലാൻ പറയട്ടെ. പറയൂ സാർ. രണ്ടുപേരും ABC വരും, CBC വരും. നിങ്ങൾ 2 പേരും കൂടി ഒരു 2 കോടി രൂപ എന്റെ ഇത്തം തന്നാൽ നിങ്ങൾ തരുന്നതിനേക്കാൾ 500 രൂപ കൂലിയാണ്. അല്ല, ആ പുള്ളി പറഞ്ഞാലും കാര്യമില്ലേ? ഞാൻ പറഞ്ഞത് വെച്ചാലേ, നമ്മ 2 പേരും കൂടി 2 കോടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്നതിലും കൂടുതൽ പൈസ ആള് തരാണെങ്കിൽ നമുക്ക് ആൾക്ക് പൈസ കൊടുക്കുന്നല്ലേ നല്ലത്. ആളുടെ പൈസ നമ്മൾ എന്ത് മേടിക്കണം? 2 കോടി കയ്യിലുണ്ടാ? 2 കോടി കയ്യിലുണ്ടാ?
1 കോടി പോയിട്ട് 2 രൂപ നമ്മുടെ കയ്യിലില്ല. അല്ല ഞാൻ ചോദിക്കും നമ്മളെ ആളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ലോ വന്നേ. എന്ത് വന്നേ ഞാൻ പറഞ്ഞുതരാം സാറേ. സാറേ ഞാൻ പറയുന്നത്, സാർ ഒരു ചുരുങ്ങിയത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഞങ്ങളുടെ ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ സാർ മരിക്കുമ്പോൾ സാറിന് 20 ലക്ഷം രൂപ കിട്ടും. എടാ നിങ്ങളുടെ ബാങ്കിൽ കാശിട്ട് മരിക്കാനാണോ ഞാനിവിടെ നടക്കണത്? ഒരു എപ്പോഴും മരണം 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 എന്ന് പറഞ്ഞാലേ എടാ മരിക്കാത്ത വല്ല ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ പറ. സാറേ ഞാനൊരു കാര്യം പറയാം. സാറിനെ പോലുള്ള വലിയ വലിയ ആളുകൾക്കൊക്കെ ഇതൊക്കെ ഒരു തമാശയായിരിക്കും. പക്ഷെ എന്നെ പോലെ അഭ്യസ്തനായ ഒരു ചെറുപ്പക്കാരന്റെ വിഷമം. കരയല്ലേ കരയല്ലേന്ന് കരയില്ലേടോ. അയ്യോ ഇവിടെ അയ്യോ അതെ കരയണ്ട കരയണ്ട കരയണ്ട. എന്ത് പറ്റി രണ്ടുപേരും? എന്റെ സാറ് എന്നെ പോലെ ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥ സാറിന് അറിയാൻ പാടില്ല. ചെറുപ്പക്കാരനാ? മുടിയും നരച്ച് എന്റെ കണ്ട എന്റെ അപ്പനെ പോലെ തോന്നും ചെറുപ്പക്കാരനാ. സാറേ കാര്യം പറ. അതെല്ലാം തട്ടിപ്പാ. ഞാൻ പറഞ്ഞു സത്യം. എന്റെ വീടിന്റെ അത്താണിയാണ് ഞാൻ. അപ്പൊ അങ്കവാലി ആരാ? സാറിനെല്ലാം തമാശയാണ്. ഞാൻ തമാശയല്ല, അടുത്തടുത്ത സ്ഥലമാണ്, അതുകൊണ്ട് ചോദിച്ചു. അല്ല സാറേ ഞാനൊരു കാര്യം പറഞ്ഞേ, അല്ലുങ്ങളെ രണ്ടുപേര് വന്ന് നമ്മുടെ ഈ ഫ്ലോർ ചിരിയുടെ ഒരു ഫ്ലോറാണ്. ഇവിടെ ഒരു കണ്ണീര് വീഴുക എന്ന് പറയുന്നത് നമുക്ക് സങ്കടമുള്ള കാര്യമാണ്. എന്തായാലും ഒരു ബാങ്കിൽ പൈസ ഇടണം. അതെ. അതപ്പോ ഇവരുടെ ആരെങ്കിലും ഒരു ബാങ്കിൽ ഇട്ടൂടെ? അത് ശരിയാ. പിഷാടി പറഞ്ഞത് കൊണ്ടല്ല, ഈ സുധീഷ് ജി പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ വേണമെങ്കിൽ ആലോചിക്കാം. പക്ഷെ ഞാൻ കുറെ ആലോചിക്കും, ശരിക്കും ആലോചിക്കും. കാരണമേ ഞാൻ ഈ 2 കോടി ഉണ്ടാക്കിയതേ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ. ഏത് ബാങ്കിലാണ് ഇടണമെങ്കിൽ ആ ബാങ്കിനെ കുറിച്ച് പൂർണ്ണ ഡീറ്റെയിൽസ് എനിക്കറിയണം. നിങ്ങളുടെ ബാങ്കിന്റെ ആസ്തി എന്താണ്? അതങ്ങനെ പറയൂ, എനിക്ക് കൃത്യമായിട്ട് അറിയണം. സാറേ ഞാനത് മാനേജറെ വിളിച്ചു തരാം. വിളിക്കൂ. മാനേജറെ വിളിച്ചു തരാം. സാറ് നേരിട്ട് കേട്ടോ. മാനേജറെ വിളിക്കും. ആസ്തി അറിയാതെ അമ്മ ഇടാൻ പറ്റില്ലല്ലോ പിഷാടി. അത് കറക്റ്റ്. കോൾ ചെയ്യുവാനായി താങ്കളുടെ പക്കൽ പര്യാപ്തമായ ബാലൻസ് ഇല്ല. ദയവായി പെട്ടെന്ന് തന്നെ റീചാർജ് ചെയ്യുക. You have insufficient balance to make calls. Please recharge immediately. എത്രയാണ് ബാങ്കിന്റെ ആസ്തി? എടാ 20 രൂപ. ഒരു 20 രൂപ മേടിക്കടി ചാർജ് ചെയ്യാം. എന്നിട്ട് നിന്റെയൊക്കെ ബാങ്കിലേക്ക് വിളിച്ച് ആസ്തി ചോദിക്കും. ആൾക്കാരെ കുഴിയിലിറക്കാൻ വേണ്ടി വന്നേക്കുവന്നേ. എന്റെ സാറേ അത് കൊള്ളാം. ഞാൻ എന്റെ മാനേജറെ വിളിച്ചിട്ട് കേട്ടോ കോള് പോകുന്നുണ്ട്. Incoming call facility is temporarily unavailable on this number. ഈ നമ്പറിൽ ഇൻകമിംഗ് കോൾ ഫെസിലിറ്റി താൽക്കാലികമായി ലഭ്യമാകുന്നതല്ല. ആരെ വിളിച്ചു? മാനേജറിന്റെ കാശില്ല. അല്ല അവിടെ കാശില്ലാത്തോണ്ടാണ്. എടാ ചാർജ് ചെയ്യാൻ 10 രൂപ ഇല്ലത്തെ മാനേജറുള്ള ബാങ്കുകാരനാണ് എന്റെ 2 കോടി 1 കോടി കൊണ്ടുപോയിട്ട് പൊട്ടിക്കാൻ വേണ്ടി നടക്കണത്. ഇടത്തില്ല, നിക്കണ്ട, സ്ഥലം വിട്ടോ എന്നെ പറ്റിക്കാൻ നടക്കത്തില്ല. ഞങ്ങൾ കാല് പിടിക്കാം സാറേ. ഞങ്ങളുടെ എന്റെ ജീവിതത്തിൽ കാല് പിടിച്ചാൽ എന്റെ ഇന്ന് 1 കോടി പോലും കിട്ടത്തില്ല. വെറുതെ ബഹളം വെക്കണ്ട അല്ലേ? എന്താ സുധീഷ് ജി? അല്ല എന്തായാലും അവരൊരു പാവപ്പെട്ട ആൾക്കാരല്ലേ, ചോദിച്ചു വന്നാലും നിങ്ങൾ ഒരുപാട് കാശുള്ള ആളല്ലേ, അതെ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് സഹായിക്കും. എന്റെ ക്രോറുകളുണ്ട്. അല്ല അവരുടെ ഫോണിൽ പൈസ ഇല്ലാത്തത് നിങ്ങൾ പറയുന്ന മാറ്ററുമായിട്ട് ബന്ധമില്ല. പറ്റുമെങ്കിൽ ചെയ്യൂ. ഓക്കെ ഞാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ എന്റെ ഭാര്യയെ വിളിച്ച് പെർമിഷൻ ചോദിച്ചാലേ കൊടുക്കൂ. ABC ബാങ്കാന്ന് പ്രത്യേകം പറയണേ. അത് പറഞ്ഞോളാം. പറയാന്ന്. കോൾ ചെയ്യുവാനായി താങ്കളുടെ പക്കൽ പര്യാപ്തമായ ബാലൻസ് ഇല്ല. ദയവായി പെട്ടെന്ന് തന്നെ റീചാർജ് ചെയ്യുക. You have insufficient balance to make calls. Please recharge immediately. അല്ല അങ്ങളെ ഇത്ര ഓഡിയൻസിന്റെയും ഡയാനയുടെ എന്റെയും സുധീഷിന്റെയും സമയം വെറുതെ കളയേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ അവർ അപ്പോയിന്റ്മെന്റ് എടുത്ത് വരാന്ന് പറയുമ്പോൾ തന്നെ വേണ്ടെന്ന് പറയല്ലേ? അല്ല എന്തിനാണ് ഇത്രയും വെറുതെ അവരുടെ സമയം കളയാൻ വേണ്ടി വിളിച്ചു വരുത്തി ഇത്ര ഇടും ഞാൻ ഗൾഫ് റിട്ടേൺ ആണെന്ന് പറയുന്നത് എന്തിനാണ്? അവരെ കളിയാക്കിയതൊക്കെ എന്തിനാണ്? അതെ ബിഷാഡി, എനിക്കൊരു സാഹചര്യം ഒത്തണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ 2 ബാങ്കിലും ഒരേ കൂടി ഇടും. അങ്ങനെ സാഹചര്യം ഒത്തു വന്നാൽ എന്തായാലും അടുത്ത് തന്നെ ഒത്തു വരും കേട്ടോ. നാളെയാണ് നറുക്കെടുപ്പ്. അടിച്ചു കഴിഞ്ഞാൽ 1 അല്ല 6 കോടി കഴിക്കും. Once upon a time version 2.0 അടുത്തതായി ദി എക്സലൻസ് അവാർഡ് സെഗ്മെന്റ് ആണ്. നമ്മുടെ അതിഥി എത്തിയിരിക്കുന്ന താരം സിനിമാ മേഖലയിലും ടെലിവിഷൻ മേഖലയിലും ഉദിച്ചുയർന്നുകൊണ്ടുവരുന്ന ഒരു താരമാണ് ഇദ്ദേഹം. മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തു വരുന്നു. നമുക്ക് മിനി സ്ക്രീനിൽ ശ്രദ്ധേയമായ പരിപാടികളിലൂടെ അദ്ദേഹത്തെ സുപരിചിതനാണ്. ഹി ഈസ് an upcoming star and let's welcome Vijay Krishnan onto the stage. വിജയ് ഭായ് നമസ്കാരം. നമസ്കാരമുണ്ട്. നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷങ്ങൾ. പുതിയ വരാനിരിക്കുന്ന പടം ഏതാ? ആദ്യം വരുന്നത് മിക്കവാറും പ്രകാശൻ പറക്കട്ടെ എന്ന് പറഞ്ഞ സിനിമയാണ്.
പിന്നീട് മോമോ ഇൻ ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ, ആ വേദ. ആ ഒരു മിനിറ്റ് ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല, മനസ്സിൽ കുറെ സിനിമകൾ വരാനുണ്ട്. കോശിച്ചായന്റെ പറമ്പ്, ആ. തേർഡ് മർഡർ, പിന്നെ സുധീഷാന്റെ കൂടെ അഭിനയിച്ച പ്രതിഭ ട്യൂട്ടോറിയൽസ്. കിടക്കാണ്. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ഹൃദയം എന്ന് പറയുന്ന സിനിമയാണ്. ഹൃദയത്തിലെ അതിമനോഹരമായിട്ടുള്ളൊരു വേഷം ചെയ്തു. അത്ഭുത ദ്വീപിലുണ്ടായിരുന്നോ? തുടക്കം ആദ്യത്തെ സിനിമ അത്ഭുത ദ്വീപാണ്. നമ്മൾ പനമ്പള്ളി നഗറിൽ വെച്ചിട്ടാണോ ആദ്യം കണ്ടത്? കണ്ടിട്ടുണ്ട് ഞാൻ. രമേശേട്ടന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഓർക്കാൻ പറ്റുന്ന കാര്യം, രമേശേട്ടൻ അല്പം ഓർമ്മയിലുണ്ടാവില്ല, എൻ്റെ ലൈഫിൽ ഏറ്റവും ഞാൻ വിഷമം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്നെ പേഴ്സണലി സഹായിച്ചിട്ടുള്ളവരാണ് രമേശേട്ടൻ. എൻ്റെ അമ്മയുടെ ഒരു ആരോഗ്യ പ്രശ്നമുള്ള സമയത്ത് രമേശേട്ടൻ അന്തം വിട്ടിരിക്കുന്നു, പുള്ളിക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൊമെന്റ്സ് ആയിരുന്നത്. അപ്പം വിജയേഷനെ പോലുള്ളവര് നമ്മുടെ സുഹൃത്തു വലയങ്ങളിലുള്ളപ്പോൾ അല്ലെ കാണുമ്പോൾ ഞാൻ സ്ഥിരം കോണ്ടാക്ട് ഉള്ള ഒരാളൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ ഒരു മെസ്സേജ് ഇടയ്ക്ക് അയക്കും, അതിനൊരു മറുപടി അയക്കും, അത്രയൊക്കെ ഉള്ളൂ. എങ്കിലും വിജയേഷൻ സദാ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കാണുമ്പോഴെല്ലാം ഒരു പരാതികൾ ആരോടും പറയാതെ വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരാളാണ്. വിജയേഷന്റെ ഒരു ഇക്വേഷൻ എന്താണ്? വിജയേഷ ഒരു ഹാപ്പിനെസിന്റെ ഇക്വേഷൻ ആയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ? രമേശേട്ടൻ പറഞ്ഞു തന്നെയാണ്. കാരണം ജീവിതത്തിൽ നമുക്ക് കരയാനും സങ്കടപ്പെടാനും ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് അതാണ്. അത് കണ്ടിന്യൂ ചെയ്യുക. അത് തന്നെയാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. ഈ വിജയേഷന് കലയല്ലാതെ, കലയിൽ അത്ഭുതദ്വീപ് വന്നപ്പോൾ എത്തിയെന്ന് പറഞ്ഞു. അതിന് മുമ്പ് വിജയേഷൻ എന്തായിരുന്നു, ഒരു മേഖല ഏതായിരുന്നു? ഞാൻ അത്ഭുതദ്വീപിൽ എത്തുന്നത് 10ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു. അവിടെ നിന്നായിരുന്നു സിനിമയിലേക്കുള്ള തുടക്കം. മിമിക്രി ആയിരുന്നു. മിമിക്രി പ്രോഗ്രാംസ് ഒക്കെ ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങുന്ന കാലത്താണ് അത്ഭുതദ്വീപ് വന്നതും കലോത്സവത്തിൽ പങ്കെടുത്തതും പിന്നീട് ചാനൽ ഷോയിലേക്ക് വന്നതൊക്കെ. വിജയേഷൻ കലോത്സവത്തിലൊക്കെ എന്തായിരുന്നു പ്രോഗ്രാം ചെയ്തത്? മിമിക്രി ആയിരുന്നു. മിമിക്രിയിൽ മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ എനിക്ക് തോന്നുന്നു 2000 വർഷം പറയുന്നില്ല, സ്റ്റാർസിനെ അനുകരിക്കുന്നതാണോ, എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം മിക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അഭിനയത്തിനോടുള്ള താല്പര്യവും അല്ല അഭിനയ രംഗത്തേക്ക് വന്ന 10th പഠിക്കുമ്പോഴെന്ന് പറഞ്ഞു. എന്നാൽ അതിനുള്ള താല്പര്യമൊക്കെ തോന്നി തുടങ്ങിയത് എപ്പോഴാണ്? എനിക്ക് തോന്നുന്നു ഒരു 7-8 പഠിക്കുമ്പം ഞാൻ അന്നൊക്കെ ഈ ബാലതാരങ്ങൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ പത്രപരസ്യം വരും. ഇത് കട്ട് ചെയ്ത് വെക്കും. അച്ഛൻ മാതൃഭൂമി പത്രത്തിന്റെ ഏജന്റ് ആയിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ മാത്രമേ ഉള്ളൂ. അന്ന് പുറത്തു പോയി ഫോട്ടോ എടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി നമുക്കില്ല. അച്ഛനോട് സ്ഥിരമായിട്ട് പറയാനും പറ്റില്ലല്ലോ. അപ്പൊ എൻ്റെ വിചാരം എനിക്ക് ഇന്നും ബാലതാരമായിട്ട് അഭിനയിക്കാൻ പറ്റുന്നതാണ്. കാരണം എനിക്ക് മനസ്സിലായി, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് പൊങ്ങുന്നില്ല എന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ ഏറ്റവും ബെസ്റ്റ് പരിപാടി ബാലതാരായിരിക്കും. അങ്ങനെ സത്യം പറഞ്ഞ ആ ഒരു ചെറിയൊരു ആഗ്രഹമാണ് തുടങ്ങിയത്. പക്ഷെ കലോത്സവത്തിലെ എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻ, ആ വിന്നർ ആയതിനു ശേഷവും പിന്നെ നമുക്കൊരു ആക്ടർ ആവാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസിന്റെ അപ്പുറത്തേക്ക് ഒരു ആഗ്രഹമുണ്ട്. പിന്നീട് ആണ് ആക്ടർ. അത്ഭുതദ്വീപിന് ശേഷം ചാനൽ ഷോന് ശേഷമാണ് ഹൃദയത്തിലേക്ക് എത്തിയത്. എങ്ങനെയാണ്? വിനീതേട്ടനോട് പോയിട്ട് അവസരം ചോദിക്കുകയായിരുന്നു ഞാൻ. മനോഹർ എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റില് ഞാൻ നേരെ ചെന്നു, കണ്ടു. ഇങ്ങനെ ഇരിക്കുക വിനീതേട്ടൻ സ്ക്രീനിന്റെ ബാക്കിലായിട്ട് ഇരിക്കുകയാണ്. ഞാൻ നേരെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, വിനീതേട്ടൻ എനിക്ക് ഇങ്ങോട്ട് ഇവിടെ വർക്ക് ചെയ്യണം. ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. അത് പുള്ളി കുറച്ചു നേരം ഇങ്ങനെ നോക്കി. അതിനുശേഷമാണ് ഹൃദയത്തിന്റെ ഭാഗമാവുന്നത്. അന്ന് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് പുള്ളി എന്നെ ഓർത്ത് വിളിക്കുകയായിരുന്നു. എൻ്റെ അമ്മ മരിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് വിനീതേട്ടൻ എന്നോട് കൺഫർമേഷൻ തരുന്നത്, ഹൃദയത്തിന്റെ ഭാഗമാവുന്നത്. ഞാനത് നേരത്തെ പറഞ്ഞത് അമ്മ അവിടെ നിന്ന് തന്നായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിജയകൃഷ്ണൻ ചേട്ടാ ഒരുപാട് സന്തോഷം. വി ആർ സോ ഹാപ്പി ആൻഡ് ഗ്ലാഡ് ദാറ്റ് യു ആർ ഹിയർ. Somebody who always smiles and believes in himself. ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം ഏറ്റുവാങ്ങണം. അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് സുധീഷ് ഏട്ടനെ രമേശ് ഏട്ടനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ്. വൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ ഒരു സെഗ്മെന്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു, എപ്പോഴെങ്കിലും ഒരിക്കൽ മലയാളിയെ ചിരിപ്പിച്ചിട്ടുള്ള 10, 20, 25, 30 വർഷങ്ങളായിട്ടുള്ള കലാകാരന്മാർ വന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് പോയിട്ടുള്ള ഒരു സെഗ്മെന്റാണിത്. ആ സെഗ്മെന്റിലേക്ക് വിജയകൃഷ്ണനെ പോലെ ഒരാൾ എത്തുമ്പോൾ ഒരുപാട് പേർക്ക് വിജയകൃഷ്ണൻ മാതൃകയാകുകയും കൂടെയാണ്. എന്നാൽ ചിലർ അവരുടെ ജീവിതത്തിലൂടെ, അവരുടെ പ്രവൃത്തിയിലൂടെ, അവരുടെ ചിരിയിലൂടെ പോലും നമുക്ക് വലിയ സന്ദേശങ്ങളാണ് തരുന്നത്. അത്തരത്തിലൊരാളാണ് വിജയകൃഷ്ണൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിജയകൃഷ്ണന്
പരാതി പറയാവുന്നത്രയും പരാതി പറയാൻ ഇവിടെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആർക്കും പറ്റില്ല. അത്രയധികം പരാതി ഈ ഫ്ലോറിൽ പറയാൻ വേണമെങ്കിൽ പറ്റുന്ന ഒരാളാണ് വിജയേഷൻ. പക്ഷെ വിജയേഷൻ അത്തരത്തിലൊരാളല്ല. വളരെ പോസിറ്റീവായി ജീവിതത്തെ കാണുന്ന, തൻ്റെ അഭിനയമോഹം മുറുകെ പിടിച്ചുകൊണ്ട് അഭിനയിക്കാനുള്ള വഴികൾ അന്വേഷിച്ച് അഭിനയിച്ചുകൊണ്ട് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മികച്ച കലാകാരൻ. അദ്ദേഹത്തെ ഈ വേദിയിൽ നമ്മൾ ആദരിക്കാൻ പറ്റുന്നത് ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെയും ഒരു ഭാഗ്യമായി കരുതുന്നു. നന്ദി. ഗീതവും ജിത്തുവാണ് എന്ന് പെർഫോം ചെയ്തവർ. ഇവരിൽ ആരാണ് ദി ബെസ്റ്റ് പെർഫോമർ? നമുക്ക് നോക്കാം. ഇരുവരെയും ഈ സ്റ്റേജിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. രണ്ട് മികച്ച പ്രകടനങ്ങൾ. ഇവരുടെ ഈ പ്രകടനങ്ങളൊന്ന് അവലോകനം ചെയ്താൽ, ഒരാൾ അത്ര നല്ലതെന്ന് അവകാശപ്പെടാൻ പറ്റാത്ത തമാശകൾ ഗംഭീരമായി അവതരിപ്പിച്ചു. മറ്റൊരാൾ കുറെ നല്ല തമാശകൾ അത്ര ഗംഭീരമല്ലാതെ അവതരിപ്പിച്ചു. അവതരണവും തമാശയും രണ്ടും നന്നാവുമ്പോഴാണ് ഒരു പ്രകടനം കൂടുതൽ നന്നാവുന്നതെന്ന് പറയുന്നു. ഇത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പ്രകടനമായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. രണ്ട് പ്രകടനങ്ങളിൽ കുറച്ചുകൂടെ മുന്നിട്ട് നിന്നത് ജിത്തുവാണ്. ജിത്തുവാണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ. With this, we are winding up this episode of Once Upon a Time version 2.0. വീണ്ടും മറ്റൊരു എപ്പിസോഡിലൂടെ കാണാം. Until then, bye-bye.